Good morning. Then the third tissue in animals is the muscle tissue or muscular tissue. So the third is muscle tissue. This is the tissue which help in movement and locomotion. നമ്മളെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ബോഡി പാർട്ടുകളെ മൂവ്മെന്റിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ടിഷ്യൂ വിച്ച് ഹെൽപ്പ് ഇൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. Movement is the movement of body parts. These are the movements. Locomotion is the movement of total body or displacement like walking, jumping, running, etc. This is the locomotion. Then this muscle tissue is formed of long fibers known as muscle fibers. ഈ മസിൽ ടിഷ്യൂവിന്റെ പ്രത്യേകത അതിലെ സെല്ലുകൾ നല്ല നീളത്തിൽ ഫൈബർ പോലെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതിലെ സെല്ലുകളെ മസിൽ ഫൈബേഴ്സ് എന്നാ പറയുക. These muscle fibers are arranged in a specific order. അതിങ്ങനെ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്യും. Each muscle fiber is formed of still very small fibrils known as myofibrils. ഇനി ഓരോ മസിൽ ഫൈബർ നോക്കിയാൽ എന്താ ഉണ്ടാവുക? അതിൽ നിറച്ച് ചെറിയ ഫൈബേഴ്സ് ഉണ്ടാവും. ആ ചെറിയ ഫൈബേഴ്സിനാണ് myofibrils എന്ന് പറയുക. So muscle tissue is formed of muscle fibers and muscle fibers are formed of myofibrils. These muscle fibers can contract and relax. They can reduce their length. They can shorten their length and it is called contraction. അവയുടെ നീളം അവർക്ക് കുറക്കാൻ പറ്റും. അതിനാണ് contraction എന്ന് പറയുക. Again they can reach in the normal length. വീണ്ടും ആ നോർമൽ ലെങ്ത്തിലേക്ക് തന്നെ തിരിച്ചു വരാനും പറ്റും. അതിനാണ് റിലാക്സേഷൻ എന്ന് പറയുക. സോ ദീസ് മസിൽ ഫൈബേഴ്സ് ക്യാൻ കൺട്രാക്ട് ആൻഡ് റിലാക്സ്. ക്ലിയർ? വളരെ വണ്ണം കുറഞ്ഞ നീളമുള്ള ഫൈബർ പോലുള്ള സെൽസ് ചേർന്നതാണ് മസിൽ ടിഷ്യൂ. അതുകൊണ്ട് ആ സെൽസിന് മസിൽ ഫൈബേഴ്സ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ വീണ്ടും ഫൈബേഴ്സ് ഉണ്ടാവും. അതിന് മയോ ഫൈബ്രിൽസ് എന്ന് പറയും. ഈ മസിൽ ഫൈബേഴ്സിൻ്റെ പ്രത്യേകത ഇത് നീളമുള്ള വളരെ വണ്ണം കുറഞ്ഞ ഫൈബറല്ലേ, അതിൻ്റെ ലെങ്ത് അതിന് കുറക്കാൻ പറ്റും. അതിന് കൺട്രാക്ഷൻ എന്ന് പറയും. വീണ്ടും അതിന് പഴയ ലെങ്ത്തിലേക്ക് എത്താൻ പറ്റും. അതിന് റിലാക്സേഷൻ എന്ന് പറയും. ഇങ്ങനെ കൺട്രാക്ഷൻ റിലാക്സേഷൻ നടത്തുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇവയുടെ ഫങ്ഷൻ നടത്താൻ പറ്റുന്നത്. ഫങ്ഷനാണ് മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. Then there are 3 muscles in the body. ആനിമൽസിൽ 3 തരം മസിൽസ് കാണാൻ പറ്റും. Based on their position, muscles are divided into 3. They are the following. 1. Skeletal muscle. ഒന്നാമത്തേത് ഏതാ? സ്കെലിറ്റൽ മസിൽസ്. പേര് തന്നെ അറിയാൻ പറ്റും നമുക്ക് അതെന്താന്നല്ലേ. സോ ദീസ് ആർ ദി മസിൽസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു എൻഡോസ്കെലിറ്റൺ ഓർ ബോൺസ്. ബോണുകളിൽ അറ്റാച്ച് ചെയ്ത മസിൽസിനാണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുക. ദി മസിൽ ഫൈബേഴ്സ് ആർ സിലിണ്ട്രിക്കൽ. ഇതിലെ മസിൽ ഫൈബേഴ്സിന്റെ പ്രത്യേകത എന്താ? മസിൽ ഫൈബേഴ്സ് ആർ ലോങ് and cylindrical in shape with many nuclei. ഒരു മസിൽ ഫൈബറിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും.
multinucleated. So this is the skeletal muscles attached to endoskeleton or bones formed of cylindrical muscle fibers. Then on these cylindrical muscle fibers there are dark and light bands known as striations, and so they are striated. ഈ മസിൽ ഫൈബറിന് എന്തുകൂടെ പറയും? മസിലിനെ സ്ട്രയേറ്റഡ് മസിൽ എന്നുകൂടെ പറയും. കാരണം അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ അതിൻ്റെ മുകളിൽ ഡാർക്ക് ലൈറ്റ് ഇങ്ങനെ ബാൻഡുകൾ കാണാൻ പറ്റും. ആ ബാൻഡുകൾക്കാണ് സ്ട്രയേഷൻസ് എന്ന് പറയാം. അതുകൊണ്ട് അവയെ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയും. ഓർ striations are present, and these muscles are voluntary in action. ഈ മസിലിന്റെ പ്രത്യേകത എന്താ? They can be worked according to our will. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ചലിപ്പിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ മതി നമുക്കതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവയെ വോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. ഇവിടെ മസിലുണ്ട്, ആ മസിലുള്ളത് കൊണ്ടാണ് ഇതിനിങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചാൽ ഇതിങ്ങനെ മടങ്ങും. ഇവിടെ അതേപോലെ ഈ മസിൽ കൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഇങ്ങോട്ട് മടങ്ങണത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇങ്ങനെ നമുക്കിതിനെ മടക്കാൻ പറ്റും. ഇതിനാണ് വോളണ്ടറി എന്ന് പറയും. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്? ഒന്ന് പൊസിഷൻ, അറ്റാച്ച്ഡ് ടു ബോൺസ്, അതിന് പേര് കിട്ടിയത് സ്കെലിറ്റൽ മസിൽ. അതിലെ മസിൽ ഫൈബറിന്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ പഠിക്കണുള്ളൂ, അത് സിലിണ്ട്രിക്കലാണ്. രണ്ടാമത്തേത് അതിൽ സ്ട്രയേഷൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇതിൽ സ്ട്രയേഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആക്ഷൻ വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ എന്ന്. ക്ലിയർ? ദെൻ സെക്കൻഡ് ഈസ് സ്മൂത്ത് മസിൽ or it is called visceral muscle. Based on the position, its name is visceral muscle, but its name became smooth muscle due to its appearance. And these smooth muscles are present on the wall of inner tubes like alimentary canal, blood vessels, etc. It is present in the wall of blood vessels, the wall of stomach, wall of intestine, etc. ഇപ്പോൾ നമ്മുടെ ഇന്നർ ഓർഗൻസിനാണ് വിസ്റൽ ഓർഗൻസ് എന്ന് പറയാം. ആ ചില വിസ്റൽ ഓർഗൻസിൻ്റെ വാളിൽ കാണുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. They have no striations, so they are non-striated or unstriated. Striations are absent. അതിൽ striations ഇല്ല. Alternate dark and light ബാൻഡുകൾ ഇല്ല. So they are appearing smooth under the compound microscope. അതുകൊണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ അവ സ്മൂത്തായിട്ട് കാണും. അതുകൊണ്ടാണ് അവയെ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. And they are involuntary in action. We cannot control their action. നമുക്ക് അവയുടെ ആക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. An example for their action is the peristaltic movement of our alimentary canal. Alimentary canalന്റെ കൊണ്ട് ഒരു വേവി മൂവ്മെന്റ് ഉണ്ട്, അതിനാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയാം. നമ്മൾ ഇഷ്ടമുണ്ടാകുമ്പോൾ തുടങ്ങുക, നമുക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ അത് നിർത്തുക, അങ്ങനെ നമുക്ക് കഴിയൂല. കാരണം അതിൻ്റെ ആക്ഷൻ ഇൻവോളണ്ടറിയാണ്. ആൻഡ് ദി മസിൽ ഫൈബേഴ്സ് ആർ ഫ്യൂസിഫോം. ഫൈബേഴ്സ് എങ്ങനെയാ? ദേ ആർ ഫ്യൂസിഫോം ഓർ സ്പിൻഡിൽ ഷേപ്പ്ഡ്. മസിൽ ഫൈബേഴ്സ് ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്പ്ഡാണ് വിത്ത് എ സിംഗിൾ ന്യൂക്ലിയസ് ഓർ ദേ ആർ യൂണിന്യൂക്ലിയേറ്റഡ്. Clear? So second is smooth muscle present in the wall of inner organs like stomach, intestine, blood vessels, etc. Formed of fusiform muscle fibers with single nucleus, and they are unstriated and involuntary in action. Then the third is cardiac muscle. ഏതാ മൂന്നാമത്തത്? കാർഡിയാക് മസിൽ.
Cardiology, cardiologist എന്നൊക്കെ പറഞ്ഞാൽ related with heart. So this is the muscle present on the wall of heart. So we can say heart muscle. The muscle present on the wall of heart or present on the heart is called cardiac muscle, or the muscle formed by which the heart is formed. Heart ഉണ്ടാക്കിയ മസിലിനാണ് cardiac muscle എന്ന് പറയുക. Then the muscles are short and cylindrical. Muscle fibers cylindrical ആണ്, പക്ഷേ നീളം കുറവായിരിക്കും, ഷോർട്ടാണ്. And they are branched. ഇതിൽ മാത്രമാണ് ബ്രാഞ്ചഡ് മസിൽ ഫൈബേഴ്സ് ഉണ്ടാവുക. So it is formed of short and branched cylindrical muscle fibers with striations. Striations ഉണ്ട്, but that striations are striated ആയിരുന്നു, but the striations are faint, മങ്ങിയിട്ടാണ് ഉണ്ടാവുക striations. Then one important feature of this cardiac muscle is they are interconnected. Muscle fibers are interconnected, and at the interconnection they are very strongly joined through a structure called intercalated disc. So in the cardiac muscle we can observe intercalated disc. These are the structures present at the interconnected junctions. ഇതിലെ മസിൽ ഫൈബേഴ്സ് പരസ്പരം ഇന്റർകണക്റ്റഡ് ആണ്. അങ്ങനെ ഇന്റർകണക്ഷൻ ഉള്ളിടത്ത് ഇതിനെ കൃത്യമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തടിപ്പുള്ള പാർട്ടുണ്ട്, അതിനാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുക. Due to the presence of this interconnection through intercalated disc, these muscle fibers are working as a single unit. That means when a stimulus is coming into a muscle fiber, ഒരു മസിൽ ഫൈബറിലേക്ക് ഒരു സ്റ്റിമുലസ് വന്നാൽ due to the interconnection it is spreading to other muscle fibers. അതുകൊണ്ട് മറ്റുള്ള മസിൽ ഫൈബേഴ്സിലേക്കും അത് സ്പ്രെഡ് ചെയ്യും ഇന്റർകലേറ്റഡ് ഡിസ്കിലൂടെ. സോ ദേ ആർ വർക്കിംഗ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അതുകൊണ്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സോ ദി മസിൽ ഫൈബേഴ്സ് ഇൻ ദി കാർഡിയാക് മസിൽസ് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ ഇന്റർകലേറ്റഡ് ഡിസ്ക്, ആൻഡ് സോ ദേ ആർ വർക്കിംഗ് ആസ് എ സിംഗിൾ യൂണിറ്റ്. റിമെമ്പർ ദിസ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ടാണ് ഹാർട്ട് മസിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം. ആൻഡ് ദേ ആർ വോളണ്ടറി ഓർ ഇൻവോളണ്ടറി? ഏതാ? ദേ ആർ ഇൻവോളണ്ടറി. ഇൻവോളണ്ടറിയാണ്. ഇല്ലെങ്കിൽ എന്താ? വോളണ്ടറി ആണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ വർക്ക് നിർത്തല്ലേ? ഇങ്ങനെ ഹാർട്ടിന്റെ വർക്ക് നിർന്നാൽ ഡെത്ത് സംഭവിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഡെത്ത് സംഭവിക്കുക ഇത് വോളണ്ടറി ആണെങ്കിൽ. പക്ഷെ ഇത് ഇൻവോളണ്ടറിയാണ്. സോ ദീസ് ആർ ദി 3 types of muscles: skeletal muscle, smooth muscle and cardiac muscle, with differences in their position, differences in their fibers, differences in their appearance and differences in their action. The diagram of these 3 muscles are present here. By observing this diagram, we have to identify the muscle. ഈ ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് മസിൽ ഫൈബർ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഏതാണ് സ്കെലിറ്റൽ, ഏതാണ് സ്മൂത്ത്, ഏതാണ് കാർഡിയാക് എന്ന്. എന്നിട്ട് 3ഉം തമ്മിലുള്ള ഒരു 4 ഡിഫറൻസും എഴുതാൻ അറിയണം. വോളണ്ടറി ആണോ, ഇൻവോളണ്ടറി ആണോ, സ്ട്രേറ്റഡ് ആണോ, അൺസ്ട്രേറ്റഡ് ആണോ,
ബ്രാഞ്ചഡ് ആണോ അൺബ്രാഞ്ചഡ് ആണോ എവിടെയാണെന്നുള്ളതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട്. സോ ദിസ് ഈസ് അബൌട്ട് ദി muscle tissue. Clear? Simple. Then the fourth tissue is neural tissue. Fourth is neural tissue or nervous tissue. This is the tissue for control and coordination of various body activities. So the tissue which control and coordinate various functions of the body. ബോഡിയുടെ വിവിധ പാർട്ടുകളിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ഫങ്ഷൻസുകളെ കൂട്ടി ഒരുമിച്ചുകൊണ്ട് ഒരു കോഓർഡിനേറ്റഡ് രൂപത്തിൽ നടത്തിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ടിഷ്യൂനാണ് ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുക. ആൻഡ് ദിസ് ന്യൂറൽ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ദി ബേസിക് യൂണിറ്റ്സ് കോൾഡ് ന്യൂറോൺസ്. ദി ഫങ്ഷൻ ഓഫ് ന്യൂറൽ ടിഷ്യൂ ഈസ് ഡൺ ബൈ സ്പെഷ്യൽ സെൽസ് present in them known as neurons, and these neurons are excitable cells. A cellular pratyekada enda? They are excitable. Excitability and conductivity are the two important features of neurons. When a stimulus is falling on the neuron, it becomes a charged state. ആ ന്യൂറോണിൻ്റെ ചുറ്റും എന്ത് ചേഞ്ച് വന്നാലും അതൊരു ചാർജ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. അതിനാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയുക. Then in addition to this neurons, it also possesses some other cells known as neuroglia cells. എന്താ രണ്ടാമത്തെ സെൽസിന് പറയുക? ന്യൂറോഗ്ലിയ സെൽസ്. More than 50% of the cells in the neural tissue are neuroglia cells. ആ ന്യൂറൽ ടിഷ്യൂവിലെ കൂടുതൽ സെൽസും ന്യൂറോഗ്ലിയ സെൽസ് ആയിരിക്കും. And these neuroglia cells are supporting and protecting the neurons. The function, they support the neurons and they protect the neurons. So neuroglia cells are for supporting and protecting the neurons. Thus, neural tissue is for control and coordination of various body activities and various body parts. And it consists of two types of cells: neurons, which are doing the function of neural tissue, and second, neuroglia cells for supporting and protecting the neurons. When any change occurring around this tissue or neuron known as stimulus, this neuron become excitable or charged state known as the action potential. ഈ ന്യൂറോണിൻ്റെ ചുറ്റും എന്ത് മാറ്റം ഉണ്ടായാലും ന്യൂറോണ് ചാർജ്ഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ എക്സൈറ്റബിൾ സ്റ്റേറ്റിലേക്ക് മാറും. അതിനാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. Then that action potential is passing along the plasma membrane. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയും ചെയ്യും. When it is reaching in the end of the neuron or reaching in the end of a tissue or organ, it produces a change there. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണിൻ്റെ അറ്റത്ത് എത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ടിഷ്യൂവിൽ എത്തിയാൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും.
that change may be inhibitory or stimulation. അതിൻ്റെ ഫലമായി അവിടെ ഒന്നുകിൽ ഒരു സ്റ്റിമുലേഷൻ നടക്കും അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻ നടക്കും. അവിടെ ഒരു വർക്ക് സ്വിച്ച് ഓൺ ചെയ്യും അല്ലെങ്കിൽ ഒരു വർക്ക് സ്വിച്ച് ഓഫ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ജോലി. അങ്ങനെയാണ് അത് ബോഡിയുടെ വിവിധ പാർട്ടുകളെ കൺട്രോൾ കോർഡിനേറ്റ് ചെയ്യുക. We will discuss about this neuron and its function in detail in the last part of our book. നമ്മുടെ ബുക്കിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ചാപ്റ്ററിൽ നമ്മൾ ഇതും നന്നായി ഡിസ്കസ് ചെയ്യും. സോ ദിസ് ഈസ് അബൌട്ട് ദി ടിഷ്യൂസ് പ്രസൻറ്റ് ഇൻ ദി ആനിമൽ. ആനിമലിൽ കാണുന്ന 4 ആനിമൽ ടിഷ്യൂവിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അതിലെ എക്സാമ്പിൾസ് കുറേ നമ്മൾ പഠിക്കുകയും ചെയ്തു അല്ലേ? എങ്ങനെ? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കൊളുംനാർ എപ്പിത്തീലിയം, സിലിയേറ്റഡ് എപ്പിത്തീലിയം, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം എക്സെട്ര. പിന്നെ areolar tissue, adipose tissue, tendon, ligament, then dense irregular connective tissue, cartilage, bone, blood, then skeletal muscle, smooth muscle, cardiac muscle, and lastly the neural tissue with 2 types of cells, neurons and neuroglia cells. Okay, thank you.